വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 8ാം ക്ലാസ്സിലെ ബേസിക് സയൻസ് ബയോളജിയിലെ സെൽസ് ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ് എന്ന ചാപ്റ്ററിലെ ലെറ്റ്സ് അസറ്റ്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് നോക്കാം, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഐഡന്റിഫൈ ദ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ആൻഡ് ഫിൽ ദ ബ്ലാങ്ക്സ്. താഴെ കുറച്ച് വേർഡ് പെയേഴ്സ് നൽകിയിട്ടുണ്ട്. നമ്മളുടെ റിലേഷൻഷിപ്പ് അനുസരിച്ച് അത് ഇത് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്, കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് വൺ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? വിസിബിൾ ലൈറ്റ്. രണ്ടാമത് തന്നിരിക്കുന്നത് ഇലക്ട്രോൺ ബീം ആണ്. അപ്പോൾ ഏത് മൈക്രോസ്കോപ്പ് ആയിരിക്കും? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് വിസിബിൾ ലൈറ്റ് ആണെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രോൺ ബീം. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നാണ് എഴുതേണ്ടത്. ബി പ്ലാന്റ് സെല്ലാണ് തന്നിരിക്കുന്നത്. യൂക്യാരിയോട്സ് ആണ്. അപ്പൊ പ്രോക്യാരിയോട്ട് എന്ന് പറഞ്ഞത് എന്തായാലും പ്ലാന്റ് സെല്ല് യൂക്യാരിയോട്ട് ആണെങ്കിൽ പ്രോക്യാരിയോട്ട് എന്ന് പറയുന്നത് ബാക്ടീരിയൽ സെൽസ്. നെക്സ്റ്റ് സി എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം, മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ഇൻ സൈറ്റോപ്ലാസം. അടുത്തത് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് സെന്റർ ഫോർ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എനർജി. ഏതാണ്? മൈറ്റോകോൺട്രിയ. അപ്പോൾ ഓരോ പാർട്സും പഠിക്കണം. മൈറ്റോകോൺട്രിയ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ചൂസ് ദ സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു പ്ലാന്റ് സെൽ ഫ്രം ദ ഫോളോയിങ്. പ്ലാന്റ് സെല്ലുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സെൻട്രോസോം ഈസ് പ്രസന്റ്. സെൻട്രോസോം പ്രസന്റ് ആണ്. പ്ലാസ്മ മെംബ്രെയിൻ ഈസ് ആബ്സെന്റ്. പ്ലാസ്മ മെംബ്രെയിൻ ആബ്സെന്റ് ആണ്, ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സി പ്ലാസ്റ്റിഡ്സ് ആർ പ്രസന്റ്. പ്ലാസ്റ്റിഡ്സ് പ്രസന്റ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഡി പ്രസൻസ് ഓഫ് കമ്പാരിറ്റീവ്ലി ലാർജ് വാക്യൂൾസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതൊക്കെ ഓപ്ഷൻസ് ആണ് ശരി? പ്ലാന്റ് സെല്ലുമായി റിലേറ്റ് ചെയ്തിട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സിയും ഡിയുമാണ്. പ്ലാന്റ്സ് ആർ പ്രസൻസ് ഓഫ് കമ്പാരിറ്റീവ്ലി ലാർജ് വാക്യൂൾസ്. സിയും ഡിയുമാണ് പ്ലാന്റ് സെല്ലുമായി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ്. ഇനി മൂന്നാമത്തത്, ഇൻഫർമേഷൻ റിലേറ്റഡ് ടു സെർട്ടൈൻ സെൽ ഓർഗനൈസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ. താഴെ കുറച്ച് സെൽ ഓർഗനൽസ് നൽകിയിട്ടുണ്ട്. കംപ്ലീറ്റ് ഇറ്റ് ബൈ സെലക്ടിങ് സ്യൂട്ടബിൾ ടേംസ് ഫ്രം ദ ബോക്സ്. അപ്പോൾ സെൽ ഓർഗനൽസിന്റെ ഫങ്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. നിങ്ങൾ ഏതൊക്കെ സെൽ ഓർഗനൽസ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എ ഹെൽപ്പ് ടു ട്രാൻസ്പോർട്ട് പ്രോട്ടീൻ ആൻഡ് ലിപ്പിഡ്സ് ടു ദ ടാർഗറ്റ് സൈറ്റ്. ഏതാണ്? എഫ് ആണ്. ഗോൾജി അപ്പാരറ്റസ് എന്നാണ് അവിടെ എഴുതേണ്ടത്. രണ്ടാമത്തെ ബി കണ്ടെയ്ൻ പിഗ്മെന്റ്സ് ദാറ്റ് അബ്സോർബ് സൺലൈറ്റ്. ഏതാണ്? ഇ ആണ്. ക്ലോറോപ്ലാസ്റ്റ്. പിഗ്മെന്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാലേ ഏതാണ്? ക്ലോറോപ്ലാസ്റ്റ്. ഇനി സൈറ്റ് ഓഫ് പ്രോട്ടീൻ സിന്തസിസ്. ഡി. സി റൈബോസോം. പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്ന സൈറ്റ് എന്ന് പറയുന്നത് റൈബോസോം ആണ്. ഇനി ഡി സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീൻ. സ്റ്റാർച്ച്, ഓയിൽ, പ്രോട്ടീൻ ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് ഏതാണ്? ബി ല്യൂക്കോപ്ലാസ്റ്റ് ആണ്. ഏതാണ്? ബി ല്യൂക്കോപ്ലാസ്റ്റ്. ബി ആണ് ശരിയായ ഉത്തരം. അപ്പോൾ സെൽ ഓർഗനൽസും അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നിർബന്ധമായിട്ട് എല്ലാവരും നന്നായി പഠിക്കണം. എക്സാമിന് സെൽ ഓർഗനൽസിൻ്റെ ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ ചാപ്റ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലെറ്റ്സ് അസസ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.